ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ സ്കോളർഷിപ്പിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിക്കോൺ സ്കോളർഷിപ്സ്. ആർക്കൊക്കെയാണ് ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക? ആരാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത്? ഏതൊക്കെ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പിലൂടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുക? എത്രയൊക്കെയാണ് ഇതിൻ്റെ എമൗണ്ട് നമുക്ക് ലഭിക്കുന്നത്? എന്നിങ്ങനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം. നിക്കോൺ സ്കോളർഷിപ്പ് പ്രോഗ്രാം 2025-26 ഒരു ക്രിയേറ്റീവ് കരിയറിനെ പിന്തുണയ്ക്കാനാണ് ഈ ഒരു സ്കോളർഷിപ്പിലൂടെ മെയിനായിട്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഫോട്ടോഗ്രാഫിയുടെയും വിഷ്വൽ ആർട്സിൻ്റെയും ലോകത്ത് ഒരു പ്രൊഫഷണൽ കരിയർ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സാമ്പത്തിക വെല്ലുവിളികളെ മറികടക്കാൻ നിക്കോൺ ഇന്ത്യ നൽകുന്ന ഒരു മികച്ച പിന്തുണയാണ് നിക്കോൺ സ്കോളർഷിപ്പ് പ്രോഗ്രാം. ക്രിയേറ്റീവ് മേഖലകളിൽ പഠനം തുടരാൻ ആഗ്രഹിക്കുന്ന എന്നാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതി വഴി 1,00,000 രൂപ വരെ സ്കോളർഷിപ്പ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഫോട്ടോഗ്രാഫി, സിനിമ ഫോട്ടോഗ്രാഫി, മൾട്ടിമീഡിയ തുടങ്ങിയ 3 മാസത്തിലധികം ദൈർഘ്യമുള്ള കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഈ ഒരു അവസരം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് യോഗ്യതാ മാനദണ്ഡങ്ങൾ, അപേക്ഷ പ്രക്രിയ എപ്രകാരമാണ് എന്നിവയെല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും സ്കോളർഷിപ്പ് അപ്ലിക്കേഷൻസ് അപേക്ഷാ നടപടികൾക്കും കരിയർ ഗൈഡൻസിന് ഇത്തരത്തിലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനുമായിട്ട് നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യവും ആനുകൂല്യം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിക്കോൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് CSR പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വിഷ്വൽ ആർട്സ് മേഖലയിലെ വിദ്യാർത്ഥികളെ ശാക്തീകരിക്കാനായിട്ട് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ ഒരു സ്കോളർഷിപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 1,00,000 രൂപ വരെയാണ് നമുക്ക് ലഭിക്കുക. ഈ ഒരു എമൗണ്ട് നമുക്ക് എന്തിനെല്ലാം ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ കോഴ്സ് ഫീസുകൾ അടയ്ക്കാനായിട്ട്, ലൈബ്രറി ഫീസ്, ഹോസ്റ്റൽ ഫീസ്, അതുപോലെ പഠന സാമഗ്രികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങുന്നതിനായിട്ട്, അതുപോലെ മറ്റ് അക്കാദമിക് ചെലവുകൾ എന്നിവ വഹിക്കാനായിട്ടെല്ലാം നമുക്ക് ഈ ഒരു എമൗണ്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിന് യോഗ്യത, അതായത് ഈ ഒരു സ്കോളർഷിപ്പിന് എങ്ങനെയാണ് നമ്മളെ എലിജിബിൾ ആക്കുന്നത്? സാമ്പത്തികപരമായിട്ടുള്ള ആവശ്യം, അഭിരുചി, നിങ്ങളുടെ യോഗ്യത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നവരെ തെരഞ്ഞെടുക്കുന്നത്. ഇതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിക്കോൺ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങളാണ് ഇനി ഞാൻ താഴെ പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ കോഴ്സ് വിഭാഗം എന്ന് പറയുമ്പോൾ ഫോട്ടോഗ്രാഫി, സിനിമ ഫോട്ടോഗ്രാഫി, മൾട്ടിമീഡിയ, എഡിറ്റിംഗ്, ജേർണലിസം, വിഷ്വൽ ആർട്സ് ഡിസൈനിങ്, ഫൈൻ ആർട്സ് തുടങ്ങിയ ക്രിയേറ്റീവ് മേഖലകളിൽ കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികളായിരിക്കണം എന്നുള്ളത് കമ്പൽസറിയാണ്. അതുപോലെ തന്നെ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കോഴ്സ് ദൈർഘ്യം കുറഞ്ഞത് നമുക്കൊരു 3 മാസമോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. ഇന്ത്യയിലെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിലവിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. അതുപോലെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം, അത് മൊത്ത സ്രോതസ്സുകളിൽ നിന്നുള്ള വാർഷിക വരുമാനം എന്ന് പറയുന്നത് 6,00,000 രൂപയിൽ കൂടാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ മുൻപ് നിങ്ങൾ ഈ ഒരു നിക്കോൺ സ്കോളർഷിപ്പ് സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് യോഗ്യരല്ല, എലിജിബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ്. അടുത്തത് നമ്മുടെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾ താഴെ പറയുന്ന ഘട്ടങ്ങളിലൂടെയെല്ലാം കടന്നു പോകുമ്പോഴാണ് ഈ ഒരു സ്കോളർഷിപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഒന്ന്, പ്രൊഫൈൽ ഷോർട്ട് ലിസ്റ്റിംഗ്, അതായത് നിങ്ങളുടെ വരുമാനം, കോഴ്സ്, യോഗ്യത എന്നിവയുടെ അടിസ്ഥാനത്തിലെല്ലാം അപേക്ഷകർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനാണ്. നിങ്ങൾ അപ്ലോഡ് ചെയ്ത എല്ലാ ഡോക്യുമെൻറ്റ്സും പ്രോപ്പറായിട്ട് അവർ വെരിഫിക്കേഷൻ ചെയ്ത് അതിൽ വെരിഫൈഡ് ആയെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പിന് എലിജിബിൾ ആവുക. തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ടെലിഫോണിക് ഒരു ഇൻ്റർവ്യൂ ആണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഓരോ ഉദ്യോഗാർത്ഥികളെയും അവരെ സ്കോളർഷിപ്പ് അതോറിറ്റി പ്രതിനിധികളെ ടെലിഫോൺ വഴിയോ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴിയോ നിങ്ങൾക്കൊരു അഭിമുഖം ഉണ്ടായേക്കാം. ഇനി നമ്മൾ ഈ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയം നിങ്ങൾ കുറേ റിക്വയർമെൻറ്റ്സ് ആവശ്യമുണ്ട്. അതിന് ഫസ്റ്റ് വരുന്നത് വരുമാന സർട്ടിഫിക്കറ്റ്, അതായത് കുടുംബ വാർഷിക വരുമാനം തെളിയിക്കുന്ന ഗവൺമെൻറ് അംഗീകരിച്ച ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. തിരിച്ചറിയൽ കാർഡിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ആധാർ കാർഡോ പാൻ കാർഡോ അല്ലെങ്കിൽ വോട്ടർ ID അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. നിലവിലെ കോഴ്സിൻ്റെ ID കാർഡ് അല്ലെങ്കിൽ അഡ്മിഷൻ ലെറ്റർ, നിലവിൽ പഠിക്കുന്നതെന്ന് തെളിയിക്കാൻ കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഫീസ് അതായത് നിങ്ങളിപ്പോൾ കറൻ്റ്ലി പഠിക്കുന്ന അക്കാദമിക് വർഷത്തിൽ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ്
സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മുൻ അക്കാദമിക് ക്ലാസ്സുകളിലെ മാർക്ക് ഷീറ്റുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്ത പേഴ്സൻ്റെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ പകർപ്പ് അല്ലെങ്കിൽ ക്യാൻസൽഡ് ചെയ്തൊരു ചെക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റേഷൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, അതുപോലെ ഇത് എങ്ങനെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇൻസൈറ്റ് 360 ആപ്പ് വഴി ഒറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇൻസൈറ്റ് 360 ആപ്പ് നിങ്ങൾക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സ്കോളർഷിപ്പ് പോർട്ടലുണ്ട്. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ്, നിക്കോൺ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാം. ഓരോ വർഷവും സാധാരണയായിട്ട് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് ഈ ഒരു സ്കോളർഷിപ്പിന് ആപ്ലിക്കേഷൻ തുടങ്ങുക. നവംബർ 28 വരെ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. കറക്റ്റ് അവർ പറഞ്ഞിരിക്കുന്ന സമയപരിധിക്ക് മുൻപ് തന്നെ അപേക്ഷ നിങ്ങൾ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഫോട്ടോഗ്രാഫി, സിനി ഫോട്ടോഗ്രാഫി, മൾട്ടിമീഡിയ തുടങ്ങിയ ക്രിയേറ്റീവ് ആർട്സ് പഠന മേഖലകളിൽ നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള ഒരു സുപ്രധാന പിന്തുണയ്ക്കാണ് ഈ നിക്കോൺ സ്കോളർഷിപ്പ് പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാം മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസ് വഴി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് മൂവിങ് ടൈമിൽ ഞങ്ങളുടെ ഇൻസൈറ്റ് 360 ആപ്പിൻ്റെ മെൻറ്റേഴ്സ് സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതുമാണ്.